തല മറിക്കുന്ന കാര്യമൊന്നുമല്ല. ഫയൽ എടുക്കുക, തുറക്കുക, നമ്പർ നോക്കുക, സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക, അത്രേ വേണ്ടൂ. പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ അഴിമതി പട്ടികയിൽ മുന്നിലാണ് എപ്പോഴും തദ്ദേശ റവന്യൂ വകുപ്പുകൾ. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നില്ല. ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ലഭിക്കുവാൻ നാം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിൽ പലപ്പോഴും കയറിയിറങ്ങേണ്ടിയിരിക്കുന്നു. എന്നാൽ കോഴ നൽകിയാൽ മാത്രമേ സേവനങ്ങൾ കൃത്യമായി നടക്കുകയുമുള്ളൂ. ഇതിനെതിരെ സർക്കാരിന് എന്ത് നടപടിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, നിലവിൽ 900 സർക്കാർ സേവനങ്ങൾ ഓൺലൈനാണ്. എന്നാൽ ഓൺലൈൻ സേവനങ്ങൾ ഇല്ലാത്ത വകുപ്പുകൾ കൂടി ഓൺലൈനാക്കി മാറ്റുക. 2, ജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുമായി നേരിട്ടുള്ള ഇടപെടലുകൾ കുറയ്ക്കണം. ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ ജനങ്ങൾക്ക് സേവനം നൽകുക. 3, കെട്ടിട പെർമിറ്റ് എടുക്കാനുള്ള സേവനം ജീവനക്കാർ സോഫ്റ്റ്വെയർ കേടാക്കുമ്പോൾ സേവനം മുടങ്ങുന്നു. എന്നാൽ അത് 24 മണിക്കൂറിനകം തന്നെ ശരിയാക്കി കൃത്യമായ സേവനം കൊടുക്കേണ്ടതാണ്. 4, ഓൺലൈൻ സേവനം യഥാക്രമം ലഭിക്കുന്നുണ്ടെന്ന് വകുപ്പ് ഉറപ്പുവരുത്തണം. 5, പണമിടപാടുകളെല്ലാം ഓൺലൈനാക്കി മാറ്റുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഭൂമി സംബന്ധമായ രേഖകൾ എടുക്കുന്നതിനുള്ള കാലതാമസവും ബുദ്ധിമുട്ടുകളും സർക്കാരിന് ഒഴിവാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ L4 Lives.